വില്ലത്തിയായിട്ടുള്ള ഒരു എന്തോ അങ്ങനെ ഒരു സീൻസിന് എന്നെ അധികം വിളിച്ചിട്ടില്ല. എല്ലാം അതെന്താണെന്നറിയോ ചേച്ചി വിളിക്കുമ്പോൾ വില്ലത്തിയായിട്ടാകുമ്പോഴത്തേന് അവർക്ക് അഭിനയം കിട്ടൂല, ഒറിജിനാലിറ്റി വരുള്ളൂ. അപ്പൊ പിന്നെ മെയിനായിട്ടും ചേച്ചി കളയത്തിന്റെ മെയിൻ കാരണം പ്രൊഡ്യൂസർ ഡയറക്ടർ ചാനൽ ഇത് നമുക്ക് വേണ്ടത്. ആർക്കറിയാം നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കില്ല എങ്ങനെ നമുക്ക് പറയാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഭാര്യയും ചിന്തിക്കില്ലെന്ന് ഭർത്താവിനും പറയാൻ പറ്റില്ല. ഹലോ നമസ്കാരം, മൂവികളുടെ മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. നമ്മുടെ മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ വിശേഷങ്ങൾ കഴിയുന്നില്ല. ഇപ്പം ഈ സീരിയൽ എടുക്കുമ്പോൾ ഈ സീരിയൽ നല്ല മിക്ക സീരിയൽ എടുക്കുമ്പോഴും എല്ലാ സീരിയലിലും ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ആധിപത്യം കൂടുതലുള്ള സീരിയലുകളാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഉണ്ടെന്നല്ല, പക്ഷേ എങ്കിലും അതിനകത്ത് കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന താരങ്ങളെയാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് സുധ ചേച്ചിയാണ്. സുധ ചേച്ചി, സുധാ നായർ. നമസ്കാരം ചേച്ചി. നമസ്കാരം. സുധാ റാണിന്ന് വിളിക്കണോ സുധാ നായർ എന്ന് വിളിക്കണതായിപ്പോയി. സുധ ചേച്ചി, വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ ഇതുവരെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെ ഇത് നോക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ വർഷമായില്ലേ സീരിയലൊക്കെ ആയിട്ടല്ലേ? ഈ ഇത്രയും വർഷമായിട്ടും ചേച്ചി ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആരും എടുക്കാൻ വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ ഒരുപാട് സീരിയൽസ് കുറേ മുന്നേ ചേർത്തോട്ട് ചെയ്തു തുടങ്ങിയതല്ലേ. ആ സമയത്തൊക്കെ ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ യൂട്യൂബ് ചാനലുകളില്ല, എന്തിനു വരണം നല്ല ക്യാമറ. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഓരോരുത്തരെ കാണിക്കുന്നത്, ഏത് ഡ്രസ്സിലും അപ്പം സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്പം തന്നെ റീൽസ് ഇടും. ഇത് അന്നൊന്നും അതില്ലല്ലോ, ഇപ്പോഴല്ലേ ഇതൊക്കെ ട്രെൻഡായി. അതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലേ. താങ്ക് യു അനീഷ്, മൂവികളുടെ മിനി സ്ക്രീൻ. തീർച്ചയായിട്ടും. ചില മിക്ക ഇടത്ത് പോകുമ്പോഴും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ചാനലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാവരിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്, എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ചേച്ചിയുടെ വിശേഷങ്ങൾ പറയാം, മാനത്തെ കൊട്ടാരത്തിലെ വിശേഷങ്ങൾ. മാനത്തെ കൊട്ടാരം ഒന്നാമത്തെ ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ കണ്ണാക്കുമ്പോഴേ എനിക്ക് ഉർവശേഷി ഓർമ്മ വരുന്നത്. ചില സിനിമയിലൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ യോധ സിനിമയിലൊക്കെ കൂടെ പിന്നെ മാനത്തെ കൊട്ടാരത്തിലാണ് ഏറ്റവും കൂടുതൽ വിശേഷങ്ങളുള്ളത്. ഒന്നാമത്തെ കാര്യം നല്ല ഡയറക്ടർ സൈസാറിൻ്റെ കൂടെ ഞാനിതൊരു വർക്ക് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റില്ല, അതിനോടൊപ്പം തന്നെ അരോമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്രയും വലിയൊരു കമ്പനി ഇത്രയും സിനിമ എടുത്തിട്ട് സീരിയൽ എടുക്കുമ്പോഴേക്കും നമ്മളൊക്കെ അതിന്റെ ഭാഗമാവാൻ പറ്റിയില്ലേ, അതന്നെ വലിയ സന്തോഷം. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സി ചാനൽ കാണാത്തവരാരായിട്ട് ആരും ഇല്ല. തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് സി ചാനലിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സി ചാനല്, സജി സാറ്, പിന്നെ നമ്മുടെ അരോമ, ഇത് മൂന്നും കൂടെ ഒത്തു വന്നു. പിന്നെ ഇതിനകത്ത് ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും അത്യാവശ്യം നല്ല ഉഷയൊക്കെ അല്ലേ ഇതിനകത്ത്? ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. സജിത ചേച്ചിയുണ്ട്, മോനിഷ, ഒത്തിരി എല്ലാവരും നല്ല നല്ല. സജിത ചേച്ചിയുടെ ഫസ്റ്റ് സീരിയലാണ്, സിനിമയിൽ നിന്ന് നേരെ വരുന്നൊരു ഫസ്റ്റ് സീരിയലാണ്. അതും എങ്ങനെയാണോന്ന് എനിക്കറിയില്ല. സീരിയൽസിലുണ്ട്. പിന്നെ ഹസ്ബൻഡായിട്ട് ചെയ്യുന്നത് അഖിലേഷ് ഏട്ടൻ, അതാണ് ഏറ്റവും കൂടുതൽ. അഖിലേഷേട്ടൻ നല്ല ആക്ടർ അല്ലേ. അപ്പോൾ അഖിലേഷേട്ടൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അഥവാ നമ്മൾ കുറച്ച് ചെയ്തില്ലെങ്കിൽ കൂടെ അഖിലേഷൻ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹമല്ലേ വൈറ്റായിട്ട് അങ്ങോട്ട് അല്ലേ. ഞാൻ കുറേ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ഡയറക്ടറും കൂടെ നല്ല. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ പോകുന്നേ ഉള്ളൂ ചോദിക്കാനായിട്ട്. അപ്പം ചേച്ചി ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ വീട്ടിലൊരു കഥാപാത്രമുണ്ട്, വീട്ടിലൊരു കുടുംബം ഉണ്ടല്ലേ. തീർച്ചയായിട്ടും. ഇത്രയും എനിക്കൊന്ന് കൂടുതലും ചെയ്യുന്നത് ഈ ഒരു പാവം ക്യാരക്ടർ. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഈ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ളതാണ്, ഒരു വില്ലന്റെ വീടായിട്ടാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും ക്രൂക്കഡ് മൈൻഡായിട്ട് നടക്കുന്നവരാണ്. അതിനകത്തൊരു നന്മമരം ഉണ്ടല്ലോ. നന്മമരം ഞാൻ മാത്രമേ. അതെല്ലാ സീരിയലിലും അങ്ങനെ ഉണ്ടല്ലോ ചേച്ചി. ഈ ചില സീരിയലിൽ ചേച്ചി എനിക്ക് തോന്നുന്നു അടുക്കളയെ മാത്രം ഒതുങ്ങിക്കൂടും ചില രംഗങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വില്ലത്തി ആയിട്ടില്ല തോന്നുന്നു. വില്ലത്തി ആയിട്ടില്ല. ഇല്ല വില്ലത്തിയായിട്ടുള്ള ഒരു എന്തോ അങ്ങനെ ഒരു സീൻസിന് എന്നെ അധികം വിളിച്ചിട്ടില്ല. എല്ലാം അതെന്താണെന്നറിയോ ചേച്ചി വിളിക്കുമ്പോൾ വില്ലത്തിയായിട്ടാകുമ്പോഴത്തേന് അവർക്ക് അഭിനയം കിട്ടൂല, ഒറിജിനാലിറ്റി വരുള്ളൂ. അപ്പൊ പിന്നെ ചുമ്മാ പറഞ്ഞു കേട്ടോ. അല്ലല്ല, ചേച്ചിയെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചേച്ചി നേരത്തെ അനുചേട്ടൻ പറഞ്ഞു കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വിചാരിച്ചു ചേച്ചിയാണെന്ന് അനുചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. അനീഷ്. അപ്പൊ കൊട്ടാരക്കരക്കാരും അങ്ങനെ കള്ളം പറയാറില്ല. അതെ സത്യം ജെന്യുനായിട്ട് പറഞ്ഞു കേട്ടോ. അതെ. അപ്പം ചേച്ചി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര ഈ ഇന്റർവ്യൂ തരാനൊക്കെ ഭയങ്കര മടിയാണ്. അതിനകത്ത് ഒന്ന് രണ്ട് സീനിയർ ആർട്ടിസ്റ്റുകൾ, ഞാൻ പേര് പറയുന്നില്ല, മഴവിൽ മനോരമയുള്ള
ആ ഒരു സീരിയലിൽ പോയപ്പോൾ തന്നെ അങ്ങനെ ഒരു മോസ്റ്റ് സീനിയറാണ് പുള്ളിക്കാരി. കുറേ സീരിയൽ ചെയ്തിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ് തരാത്തതെന്ന് ചേച്ചിയുടെ കൂടെ കുറേ സീരിയൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. വേറൊന്നും ഞാൻ പറയൂല. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് തരാൻ. പക്ഷെ ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത് പുള്ളിക്കാരിക്ക് ചമ്മലാണെന്ന്. ഇത്രയും വലിയ ക്യാമറ ഇരുന്നിട്ട് ഈ ചെറിയ രണ്ട് ക്യാമറയൊക്കെ ചമ്മല എന്ന് പറയുമ്പോൾ അത് ചമ്മല കൊണ്ട് മാത്രമായിരിക്കില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടും ഞാൻ ഇത്ര നേരം ചേച്ചിയോട് എന്താ ചോദിച്ചത്? ഒന്നും ചോദിച്ചിട്ടില്ല, അത് സത്യം. ചോദിക്കാൻ കിടക്കുന്നില്ല ചേച്ചി. അതാണ് ഒന്നുമില്ല ചേച്ചി, പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ. അല്ല ചിലപ്പം ചില സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നില്ലേ പേടി, എന്തൊക്കെയായിരിക്കും ഇപ്പൊ ചോദിക്കാൻ പോണത്, ഇനി നാളെ അതൊരു വിഷയമായിട്ട് വരും, ഒന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും, ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും പറയാൻ. അപ്പം ചേച്ചി തന്നെ, ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ഇനി അതെല്ലാം ഞാൻ പറയണോ എന്ന് ചോദിച്ചില്ലേ. പക്ഷെ ചേച്ചി പറഞ്ഞു കുട്ടിയും ഒരു മോനും ഹസ്ബൻഡല്ലോ, അത്രേ ഉള്ളൂ. അതാണ് പറയുന്നത്. ഒരു മോനും വീണ്ടും ഒരു മോനും ഒരു ഹസ്ബൻഡും അല്ല, അതല്ല വീണ്ടും പറയുന്നത് പറഞ്ഞ. ഷൊർണൂരല്ലേ ചേച്ചി സ്ഥലം? ഷൊർണൂർ എവിടെയാ? ഷൊർണൂർ ടൗണിൽ തന്നെ. ഈ വരുന്ന ഹസ്ബൻഡ് കൂടെ വരുമോ? എങ്ങനെ? ഹസ്ബൻഡ് കൂടെ വരാറൊന്നുമില്ല, പോയി പണി നോക്കാൻ പറയാം. ചിലർക്ക് വന്നിരുന്ന് സെറ്റിൽ വന്നിരുന്ന് മുഷിയാൻ ഭയങ്കര പാടായിരിക്കും, അത്രയും സമയം ഇരിക്കണ്ടേ? ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പുള്ളിക്കാരൻ എന്താ ജോലി? പുള്ളി ഫീൽഡിലൊക്കെ ഉള്ള ആളാണ്. ആണോ? പേര്? അഭിലാഷ്. അഭിലാഷ് എന്താ ഈ ഫീൽഡ്? പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളറാ. ആഹാ, പിന്നെ അങ്ങനെ അയച്ച് ഇത്ര സീൽ ചെയ്യാതിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഉള്ളപ്പോഴേ. ഒരിക്കലും അല്ല, അത് നിങ്ങളുടെ തെറ്റായ ധാരണ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹസ്ബൻഡ് സീരിയൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഏതൊക്കെ ഹസ്ബൻഡ് ചെയ്ത സീരിയൽ? ഏതൊക്കെ? ഹസ്ബൻഡ് ഒരുപാട് സീരിയൽ ചെയ്തു. എങ്കിലും ഒരു സീരിയൽ പേര്? ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഒരു വർക്ക് പുള്ളി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പേര് സ്ഫടികം എന്നാണ്. അത് ചേഞ്ച് ഉണ്ടോന്ന് എനിക്ക് കാസ്റ്റിംഗ് ആയിട്ടില്ല. അല്ല, എനിക്ക് ടെലികാസ്റ്റ് ആയിട്ടില്ല തോന്നുന്നല്ലേ. അപ്പൊ അതിനകത്ത് നല്ല റോള് ചേച്ചിക്ക് തരാൻ ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചിട്ടില്ല എന്നെ എന്തുകൊണ്ടാ വിളിക്കാത്തത്? ചിലപ്പോ ഇനിയിപ്പോ പറയാൻ പറ്റില്ല, വീട്ടിൽ ഈ മോൻ കാണല്ലേ, ഇനിയിപ്പോ സെറ്റിലും കൂടെ കാണാൻ എഴുതിയിട്ട്. അവിടെ സുന്ദരിമാരായിട്ടുള്ള പെൺപിള്ളേർ പിന്നെ സംസാരിക്കാൻ പറ്റുമോ? അവിടെ അടുത്ത് കയറിയുന്നത് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അടുത്ത് കയറിയുന്നത് പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആഘോഷിക്കട്ടെ. നല്ല തിങ്കിങ് ആണ്. മോനെത്തല്ല പഠിക്കുന്നത്? മോൻ 4th സ്റ്റാൻഡേർഡ്. ഇനി നാലിലോട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ എങ്ങനെ അവന്റെ റൊട്ടീൻസ്? കാര്യം അമ്മ ഇല്ലാതെ വരുമ്പോൾ, അമ്മ വീട്ടിൽ ഇല്ലാതെ വരുമ്പോൾ. ഞാനിപ്പോ സത്യം വെച്ച കാർത്തിക ദീപം എന്ന് പറഞ്ഞ സിയുടെ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. മാക്സിമം 2 കൊല്ലത്തോളമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അമ്മ ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ, അപ്പം അമ്മയില്ല, അമ്മ മരിച്ചു. അപ്പോൾ മോനെ മറ്റേ അമ്മയുടെ അടുത്ത് ആക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് ട്രിവാൻഡ്രാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് വർക്കിന് ഈസി ആയിട്ട് വരാം. മോനെ സ്കൂള് പോകുന്നില്ല, പിന്നെ വീട്ടിൽ ആളുണ്ടല്ലോ. ഇപ്പം എനിക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ മോനെ ഒരുപാട് ദിവസം സ്കൂള് പോകുമ്പം ബുദ്ധിമുട്ടല്ല, അവനും പഠിക്കാൻ ബുദ്ധിമുട്ട്, ടീച്ചേഴ്സും സിസ്റ്ററും ഒക്കെ ഉള്ള സ്കൂളുകളല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് ഇത്രയും നല്ലൊരു നമ്മളത് കളയാൻ പറ്റില്ല, നമ്മൾ കരുതി വന്നതാ. അതുകൊണ്ട് അധികം ഇപ്പോൾ സാറ്റർഡേ, ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് സുഖമല്ലേ. മെയിനായിട്ടും ചേച്ചി കളയത്തിൻ്റെ മെയിൻ കാരണം ഒന്ന് പ്രൊഡ്യൂസർ, ഒന്ന് ഡയറക്ടർ അല്ലേ? പ്രൊഡ്യൂസർ, ഡയറക്ടർ, ചാനൽ, ഇത് നമ്മൾ ഇത് മൂന്നും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. ഈ അരോമ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുക, സൈസാറിൻ്റെ കൂടെ, ടി എസ് സൈസാറിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുക, പിന്നെ ഈ പറയുന്ന പോലെ സി എന്ന് പറയുന്ന വലിയ ചാനൽ അവർ അപ്രൂവൽ തരണം നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ട്. അങ്ങനെയൊക്കെയല്ലേ ഉണ്ടായിരുന്നോ? പിന്നെ എല്ലാവരും ഫോട്ടോയും കൊടുക്കണ്ടേ? കൊടുത്തു. പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന രീതിയിൽ അഭിലാഷ് ചേട്ടൻ ചില കാര്യങ്ങൾ, ഉപദേശങ്ങൾ തരാറുണ്ടോ? ലൊക്കേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ പെരുമാറണം, നീ പോയി എന്തെങ്കിലും ചെയ്യില്ലേ? പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞപ്പോൾ എടുത്തിട്ട് പറയണം, നമ്മുടെ ദീപുണ്ട്. ദീപുവാണ് എന്നെ വിളിക്കുന്നത്. കാരണം ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ദീപുവിനെ വിട്ടുപോയതല്ല, ദീപുവിനെ ലാസ്റ്റ് ഞാനൊരു മെയിൻ സംഭവത്തിലേക്ക് എത്തിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം താങ്ക്സ് പറയേണ്ടത്, നമ്മൾ താങ്ക്സ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ദീപുവിനോട് തന്നെ. ദീപുവാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. ദീപു ചേട്ടൻ ഇപ്പം കേരളത്തിലെ സീരിയൽസിൽ അറിയപ്പെടുന്ന ഒരു കൺട്രോളർ, നല്ലൊരു കൺട്രോളറാണ്. ദീപു ഭയങ്കര തിരക്കായിട്ടിരിക്കില്ലേ? തിരക്ക് മാത്രമല്ല, ഒരു എന്താ പറഞ്ഞ ഒരാളത്ത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതെന്നുള്ളത് പുള്ളിക്കാരൻ അറിയാം. കാര്യം ഞാൻ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ചാനലിൽ നിന്ന് അപ്രൂവൽ എടുത്ത് തരാം എന്ന് പറയും. പുള്ളി എടുത്ത് 5 മിനിറ്റുള്ളിൽ എന്നെ തിരിച്ചു വിളിച്ചെന്നുള്ളത്. അതെല്ലാ കൺട്രോളേഴ്സിൻ്റെ കയ്യിലും, ആരെയും കുറ്റം പറയല്ല, ചിലരുടെ ക്വാളിറ്റിയാണത്, ഡെഡിക്കേഷൻ. അത് ദീപുചേട്ടനുണ്ട്. അതുകൊണ്ടാണല്ലോ ചേച്ചിയിലേക്ക് എത്തിയതും. ചേച്ചി കൂടെ കോൺടാക്ട് ചെയ്യാറുണ്ടോ ദീപുചേട്ടനായിട്ട്? ദീപുവിന് അങ്ങനെ ഫോൺ എടുക്കാനുള്ള സമയം പോലും ഇല്ല. ദീപു അസിസ്റ്റന്റ് ദീപുവിൻ്റെ ഉണ്ടല്ലോ, അബി ഉണ്ടല്ലോ, നമ്മൾ കാര്യങ്ങളൊക്കെ അബിയോടാ കൂടുതലും. അല്ല, ഇത് വരാനായിട്ട് എങ്ങനെയാണ് ചേച്ചി ഓർക്കാനായിട്ടുള്ള കാരണം? ചിലപ്പോൾ ക്യാരക്ടേഴ്സ് വന്നപ്പോൾ പല ഫോട്ടോസും കൊടുക്കുന്നല്ലേ, അപ്പം നമ്മൾ എന്തോ ദൈവം ഈ ക്യാരക്ടർ എനിക്കുള്ളതായിരിക്കാം. ഇതിൽ ക്യാരക്ടർ പേര് സുമലത. 12-ാം തീയതി തൊട്ട് ചേച്ചി ഇപ്പൊ എല്ലാവരുടെ ഫ്രെയിമിലും എല്ലാ വീടുകളിലും പോവാണ്. മുതൽക്ക് സി ചാനലിൽ 7 മണിക്ക്, 12-ാം തീയതി മുതൽക്ക് ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഞങ്ങൾ കുറച്ച് അത് കഴിഞ്ഞ് വരുന്ന എപ്പിസോഡിൽ ഒരു
പാവം അമ്മയായിട്ട് സുമലതയും കൂടെ ഉണ്ട്. അപ്പോൾ ഡോൺ മിസ് ഇറ്റ് അല്ലേ? ഡോൺ മിസ് ഇറ്റ്. അപ്പം ചേച്ചി ഇന്റർവ്യൂ കൊടുത്തില്ല പറഞ്ഞ കള്ളവാട്ടോ. എന്തേ? ചേച്ചി നന്നായിട്ട് നമ്മുടെ ഇന്റർവ്യൂവിൽ ആ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഒരു കോൺട്രവേഴ്സി എന്ന് പറയുമ്പോഴേ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മൾ ചില സീരിയൽ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ ചിലർക്ക് പേടിയാണ്. പ്രത്യേകിച്ച് ഒരു കൺട്രോളർ വൈഫാന്ന് പറയുമ്പോൾ സീരിയൽസിൽ സിനിമയിൽ തന്നെ പലരെ തെറ്റായ ധാരണകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് പക്ഷേ ആ ഒരു അഭിലാഷേട്ടൻ എന്നുള്ള അത്രയും സ്ട്രോങ് പില്ലർ കൂടെ ഉള്ളപ്പോൾ നമ്മളെ എല്ലായിടത്തും ഇങ്ങനെ ഷൊർണൂർ ടു ട്രിവാൻഡ്രം ഇവിടെ 4-5 ദിവസം തങ്ങണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ അതാ ചോദിച്ചത്, അപ്പോഴുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ, കാര്യം അധികം അർത്ഥം വേണ്ടത്. അഭിലാഷ് ഉള്ളപ്പോൾ മാത്രമല്ല ഞാൻ സീരിയൽ ചെയ്യുന്നത്. അഭിലാഷ് വരുന്നേക്കാൾ മുമ്പേ ഞാൻ സീരിയൽ ആക്ട്രസ്, അതുകൊണ്ട് ആ ടെൻഷനൊന്നുമില്ല. രണ്ടുപേർക്കും ഒന്നുമില്ല. ഞാൻ അതിന് മുമ്പേ ഇവിടെ ആക്ട്രസ് അല്ലേ. ഞാൻ അറിയുന്ന ദീപുവിൻ്റെ കൂടെ ഇപ്പൊ ഈ ടീമിന്റെ കൂടെ മാത്രമല്ല ഞാനായിട്ടുള്ളൂ. എനിക്ക് ഇതിൽ വർക്ക് ചെയ്യുന്ന പകുതി ആൾക്കാരുടെ കൂടി ഇപ്പോൾ ഇവിടെ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്ന അനൂപിൻ്റെ കൂടെ ഞാനൊരു 10-12 വർഷം മുമ്പേ ഞാനും അനൂപും കൂടെ സിസ്റ്ററും ബ്രദറായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന അനിൽ മോഹൻ. ഞങ്ങൾ ശ്രീ മൂവീസിന്റെ വർക്ക് ഓമനത്തിങ്കൾ പക്ഷി. അപ്പോൾ അനിലേട്ടൻ പറയായിരുന്നു നമ്മൾ തമ്മിൽ കണ്ട് 22 വർഷം കഴിഞ്ഞു. അല്ലാണ്ട് ഇപ്പോഴും ഒരു യങ്ങാട്ടൻ ഇരിക്കുകയാണല്ലേ, അടിപൊളിയായിട്ട് കുറച്ചുകൂടെ തടി കുറച്ചുകൂടെ സ്ലിം ആയിട്ട് ഇരിക്കുകയാണ്. ഞാനൊരു 6 മാസം പോലെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് എനിക്ക്. അതെ, അപ്പൊ പിന്നെ അതൊന്നും വിഷയമില്ല, നമ്മൾ അന്ന് മുതലേക്ക് ആർട്ടിസ്റ്റ് തന്നെയാണ്. അല്ല അത് തന്നെയാണോ ചേച്ചി? പിന്നെ ഒന്നുമില്ല, നമ്മുടെ ആളുകള്, നമ്മുടെ സെറ്റ്, നമ്മുടെ കൺട്രോളർ, നമ്മുടെ ഡയറക്ടർ, നമ്മുടെ പ്രൊഡ്യൂസർ, നമുക്ക് അഭിലാഷ് എന്ന വാക്കി അതിൽ ഞാൻ പറയട്ടെ. അഭിലാഷേട്ടന്റെ ഇത് എന്നാ ഷെഡ്യൂൾ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരുടെ? നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ അങ്ങനെ ഡേറ്റ് കറക്റ്റ് ആയിട്ടില്ലല്ലോ. കാരണം എങ്കിലും നോർമലി 1 തൊട്ട് 15 ആയിരിക്കും. പുള്ളി 30-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി തന്നെ ഷൂട്ട് തുടങ്ങണേ. 1-ാം തീയതി ആർക്കറിയാം, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഭാര്യയും ചിന്തിക്കില്ലെന്ന് ഭർത്താവിനും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചിന്തിക്കില്ല കേട്ടോ. ചേച്ചി ഇപ്പം വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ചേച്ചി പറയുന്നത്? കാര്യം ചേച്ചിയുടെ ടെൻഷൻ മാറി ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്കൊരു ടെൻഷനും ഇല്ല. അല്ല, ഇപ്പൊ ഇന്റർവ്യൂ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലേ? ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനായിട്ട്? ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലവർ കുത്തിക്കുറ ഒരുപാട് പ്രശ്നങ്ങൾ ചോദിച്ച് നമ്മൾ എന്തെങ്കിലും വിഡിത്തരങ്ങളൊക്കെ പറഞ്ഞ് അവസാനം അതിന്റെ അടിയിൽ ഒരു പൊങ്കാലയായിട്ട് വന്ന് അത് മാത്രം ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മളെ കൊല്ലാക്കൊല ചെയ്യും. അപ്പം കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. ഇനി അനീഷാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടിക്കറി വരും. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു. അതുപോലെ ഇനി വരുന്ന പ്രോജക്റ്റ് ഇതല്ലാതെ ഇനി വേറെ ഏതെങ്കിലും ഒന്നും പുതിയതായിട്ടില്ല. ഒരു ടൈമിൽ ഒരെണ്ണം എടുക്കാറുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഇതാണ് മോന്റെ സ്കൂളും കൂടി, വർക്ക് മാത്രമല്ലല്ലോ. അത് കെയർ ചെയ്യണം ഉറപ്പായിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ മോൻ അവന്റെ പഠിപ്പില്ലേ. അതെ. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ അങ്ങോട്ട് ബിസി ആയിട്ട് മാസത്തിൽ 15-20 ദിവസം ലൊക്കേഷൻ ആകുമ്പോൾ അങ്ങനെ കാര്യമില്ല. ഒരു വർക്ക് നമ്മളാരും മറക്കാൻ പാടില്ല. ഇഷ്ടം പോലെ ആളുകൾ തള്ളിക്ക് വന്നോണ്ടിരിക്കുന്ന സമയമാണ്. അല്ല, നമ്മൾ ഗ്യാപ്പ് കൊടുക്കാനും പാടില്ല. അവിടെ ആള് കയറും. അവിടെ ഒരു അമ്മ കിട്ടാൻ വേണ്ടിയിരിക്കും. ഒരു സൈഡിലുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചേച്ചി മാറി കൊടുക്കാൻ പാടില്ല എങ്കിൽ വീട്ടിലെ കാര്യം. വളരെ സന്തോഷം ചേച്ചി. ഇത്രയും നേരം നമുക്ക് കുറച്ച് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ മാനത്തെ കൊട്ടാരം ഇനി നല്ല രീതിയിൽ പോകട്ടെ. നമ്മുടെ വീണ്ടും ഞാൻ പറയാണ്, തിങ്കളാഴ്ച മുതൽക്ക് 12-ാം തീയതി പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ചേച്ചി എങ്ങനെയാണ്? ഞാൻ വീണ്ടും പറയാണ്, ഇതേ നമ്മുടെ ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ സ്വന്തം സി ചാനലിൽ വരാൻ പോവുകയാണ് മാനത്തെ കൊട്ടാരം. ആരും മറക്കരുത്. കാണാൻ ഒരു ദിവസം എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്തായാലും കണ്ടേക്കണേ. റിപ്പീറ്റ് കാണുമല്ലേ? അപ്പം തീർച്ചയായിട്ടും അരോമ പ്രൊഡക്ഷൻ്റെ ഈ ഒരു ബാനറിൽ ചേച്ചിക്കും ഒരു അവസരം കിട്ടി. ചേച്ചി അവരുടെ ഭാഗമായി സൈസാറിൻ്റെ കൂടായി. അപ്പം ഇതൊരു നല്ലൊരു വിജയമാവട്ടെ, വമ്പൻ ഹിറ്റാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച്.